പൊന്നു. ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പ് കേക്കാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഒരു സ്പൂണ് സുർക്ക വേണം. അപ്പോൾ സുർക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, പിന്നെ ഒരു വാനില എസൻസ്, കുറച്ച് വാനില എസൻസ് വേണം. പിന്നെ പിസ്തൻ്റെ എസൻസ് ഉണ്ട്. പിന്നെ നമ്മൾ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് മൈദയും, മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. കുറച്ച് സോഡാപ്പൊടിയും കൂടി വേണം. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കളറിനായിട്ട് കുറച്ച് പിസ്ത എസൻസും കൂടി ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്നും കൂടി അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലിലോട്ട് 1 സ്പൂൺ സുർക്ക ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളും പിന്നെ ഒരു അരിപ്പയും എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച മൈദയും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് എടുത്തതും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സുർക്ക പാലിൽ മിക്സ് ചെയ്തതും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലേശം ഈ സുർക്കയും പാലും മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ലേശം ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തളിച്ച് വെച്ചതിന് ലേശം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. കുറേ അടിച്ചാൻ പാടില്ല. ഇത്ര മതി. ഇനി നമുക്ക് ഒന്നും കൂടി നമ്മൾ നേരത്തെ തരിച്ച് വെച്ച പൊടിയും കുറച്ച് പാലും അടിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ള പൊടി നമുക്ക് ഇതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീലും ഗ്ലാസ്സിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തെറിപ്പിച്ച് കൊടുത്തിട്ടാണ്. നമുക്ക് ഇതിൻ്റെ 1/2 ഗ്ലാസ് ഇത് ഒഴിച്ച് കൊടുക്കാം. അധികം ഒഴിച്ചാൽ പൊന്തി വന്ന് ഒലിക്കും. നമ്മളിത് 3 ഗ്ലാസ്സിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ ഒഴിച്ചതൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പം ഞാനൊരു കുക്കർ നമ്മൾ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റും വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ഗ്ലാസ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് വേണം വെക്കാൻ. ഇപ്പം നമുക്ക് ഇനി 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അരമണിക്കൂർ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അതില്ലെങ്കിൽ കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാം. കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടറിയതിന് ശേഷം ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇത് ഏകദേശം കുക്കാവാൻ ഏകദേശം അരമണിക്കൂർ എങ്കിലും ടൈം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സ്റ്റീലിംഗ് ഗ്ലാസ്സിൽ ഉണ്ടാക്കി നമ്മളെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. 3 ഉണ്ടാക്കിയിരി. അപ്പോൾ ഒന്ന് നോക്കി, നല്ല രസമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ കപ്പ് കേക്കാണ്. നിങ്ങൾക്ക് സിമ്പിളായി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.